ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി കേട്ടോ. ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ കണ്ടില്ല, ഒരാളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും ഫുഡൊക്കെ കഴിക്കാൻ. ഗായ്സ്, ഇന്ന് ഞങ്ങളെ പരിപാടി വീട് വൃത്തിയാക്കുന്നതാണ് ഗായ്സ്. ഇതാണ് എൻ്റെ ചേച്ചി, ഫുൾ വൈബാണ് ഗായ്സ്. ഇപ്പോൾ ഈ കിടന്ന് അലറിക്ക് പോയി വിളിച്ചില്ലേ, അവനാണ് എൻ്റെ ഒരേ ഒരു ആങ്ങള കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഒരു ട്രൈപോഡൊക്കെ മേടിച്ചായിരുന്നേ. അപ്പോൾ അതിൽ ഫോൺ വെച്ചിട്ട് അവൻ വെറുതെ കിടന്ന് അലറി വിളിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇതൊന്നും എടുത്ത് വീഡിയോ ഇടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു, തൂക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനും അവനും കൂടി, ഞാൻ പറഞ്ഞു നീയും കൂടെ വാന്ന് പറഞ്ഞു. അങ്ങനെ അവനും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നെ കേട്ടോ. പക്ഷേ വീഡിയോയിലില്ലെന്നേ ഉള്ളൂ. അവനും ഞാനും കൂടെ കുറച്ച് തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതി. അങ്ങനെ ഹോളൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ബെഡ്റൂമിലോട്ട് പോയി. ബെഡ്റൂമിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കിടക്കുന്ന ബെഡിൽ, അതൊക്കെ തട്ടി തൂത്ത്. പക്ഷേ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ, കല്യാണത്തിന് മുമ്പ് വരെ കിടന്നു കഴിഞ്ഞാൽ അതോടെ എഴുന്നേറ്റ് പോകും. ഞാൻ ബെഡ് വിരിച്ചിടത്തോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്നും വഴക്ക് കിട്ടുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നേരെ ഉൾട്ടയായി. അതൊക്കെ മാറി, അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കി. അങ്ങനെ അച്ഛൻ എന്നും തുടയ്ക്കും കേട്ടോ. അതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് തുടയ്ക്കണം എന്നൊക്കെ തോന്നി, ഞാനും തുടച്ചായിരുന്നു. തുടയ്ക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തൂത്ത് വാരി കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കുളിക്കുകയൊക്കെ വേണമായിരുന്നു. അങ്ങനെ കുളിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ദാണ്ടടാ ചക്ക, കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് കുറച്ച് ചക്ക കിട്ടി. ചക്ക കണ്ടാൽ പിന്നെ എനിക്ക് ഭ്രാന്താണ്. അപ്പോഴത്തേനും അമ്മയെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ ചക്കയൊക്കെ അമ്മ അരിഞ്ഞ് അടുപ്പിലാക്കി. അപ്പോൾ ചക്ക വേവുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി, കുറച്ച് പഴങ്കഞ്ഞി കുടിച്ചാലോ എന്ന്. പഴങ്കഞ്ഞി ഇരിപ്പുണ്ടല്ലോ, എൻ്റെ ഇഷ്ട വിഭവം പഴങ്കഞ്ഞിയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് കുളിച്ചിട്ട് വന്ന് ഫ്രഷായിട്ട് പഴങ്കഞ്ഞി കുടിക്കാമെന്ന്. അപ്പോഴേക്ക് കുളിച്ചിട്ടൊക്കെ വന്ന് നല്ല ചൂരക്കറി ഉണ്ടായിരുന്നു തലേന്നത്തെ. ചൂരക്കറിയും ചക്കയും കാതോരനും ഇങ്ങനെ ഉണ്ടമുളകും കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ല പോലെ കഴിച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ഒന്ന് വയറൊക്കെ നിറഞ്ഞ് ദീർഘശ്വാസം എടുത്തപ്പോഴേക്കും അടുത്ത ആൾ വന്ന്, നല്ല പാരമീൻ വന്നു. അപ്പം ഞാൻ അമ്മയെടുത്ത് തന്നെ, അമ്മയെ ഞാൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മീനൊക്കെ വെട്ടാറുണ്ട്, പക്ഷേ ഇത്രയും വലിയ മീൻ വെട്ടിയിട്ടില്ല. അങ്ങനെ ഞാനും പാരയും കൂടെ മൽപ്പിടുത്തത്തിൽ അവസാനം പാര ചട്ടി കയറി. പിന്നെ അമ്മ വറുത്തരച്ച് വെക്കാമെന്ന് പറഞ്ഞു. അമ്മയുടെ വറുത്തരച്ച മീൻ കറി ഒരു രക്ഷയേ ഇല്ല കേട്ടോ. അങ്ങനെ വറുത്തരച്ച് പാരയെ നമ്മൾ ചട്ടിയിലാക്കി, പാര കിടന്ന് തിളയ്ക്കുവാണേ. അങ്ങനെ നമ്മുടെ പാരക്കറിയൊക്കെ റെഡിയായി. നല്ല പയറുതോരനും മുളക് ചമ്മന്തിയും, ഈ പഴുത്ത മുളകും ഈ പച്ച മാങ്ങയും കണ്ടോ, ഇതിന് അപാര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞങ്ങൾ കൊല്ലത്ത് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം ഒരു കുപ്പി മേടിച്ചായിരുന്നു. 50 രൂപ എന്തോ ആയിരുന്നു ഒരു കുപ്പിക്ക്. ഞാനിത് അമ്മ മേടിക്കാൻ നേരത്ത് ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കി, ഇതൊന്നും മേടിക്കണ്ട വയറിളകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ കേട്ടില്ല, അമ്മ മേടിച്ചിട്ടോ. പക്ഷേ ഇത് മേടിച്ചില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയനെ. അപാര ടേസ്റ്റാണ് ആ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. പക്ഷെ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചപ്പോൾ ഇട്ടത്തില്ല, എടുക്കേണ്ടതായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ പഴങ്കഞ്ഞി, ഇപ്പോൾ ചോറ്, എല്ലാം കൂടെ എനിക്ക് വയറ് നിറഞ്ഞൊരു പരുവമായി. അങ്ങനെ നല്ലൊരു ഉച്ചമയക്കമൊക്കെ ഉറങ്ങാമെന്ന് കരുതി ഉച്ചമയക്കത്തിന് പോയി. അങ്ങനെ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ദാണ്ടടാ മുറുക്കും നല്ല ചൂട് ചായയും. അങ്ങനെ അതൊഴിച്ചൊരു പിടി പിടിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് വിളക്കൊക്കെ ഒന്ന് കഴുകിയാലോ എന്ന്. അപ്പോൾ ഞാൻ കരുതി വിളക്കൊക്കെ ഒന്ന് തേച്ച് കഴുകാമെന്ന്. എനിക്കറിയാമോ എന്ന് നിങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കും അറിയില്ല. പണ്ടൊക്കെ ഞാനൊരു മടിച്ചിയായിരുന്നു കേട്ടോ, വിളക്കൊന്നും കഴുകത്തേയില്ല. എനിക്കിഷ്ടമല്ലാത്തൊരു ജോലിയായിരുന്നു വിളക്ക് കഴുകുന്നതൊക്കെ. പിന്നെ ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, കുറച്ച് നാളായിട്ട് എനിക്ക് വിളക്കൊക്കെ നല്ല തേച്ച് കഴുകി മിനുക്കിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. പണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് എന്നും വഴക്ക് കിട്ടുമായിരുന്നു, അവൾ ആ വിളക്കൊന്ന് തേച്ച് പോലും കഴുകത്തില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. എല്ലാം കല്യാണത്തിന് ശേഷമാണെന്ന് ഓർക്കണം. ഞാനൊരു മടിച്ചിയായിരുന്നു. അങ്ങനെ അതേ വിളക്കൊക്കെ കഴുകി, വിളക്ക് വെട്ടിത്തിളങ്ങി കണ്ടപ്പോൾ എനിക്ക് എന്തൊരാശ്വാസവും സന്തോഷവും. ഞാൻ കഴുകിയ വിളക്ക്. അങ്ങനെ 6 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യാനാമമൊക്കെ ചൊല്ലിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്, എന്തൊക്കെയോ ആലോചിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെറിയ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.